ായി ഞങ്ങൾ കുട്ടികൾ ചീരയെയും കൈപ്പയെയും വെണ്ടയെയും നനച്ചിരുന്നു. ഇടക്കൊക്കെ മൂക്കാത്ത വെള്ളരിയും വെണ്ടയും പൊട്ടിച്ചു വായിലാക്കിയിരിക്കും. വൈകുന്നേരം ഒരു പ്രധാന ജോലിയുണ്ട്. തലേന്ന് കത്തിച്ചു വെച്ച കരി പിടിച്ച കറുത്ത മണ്ണെണ്ണ വിളക്ക് തുടച്ചു മിനുക്കി വെക്കണം. അത് കഴിഞ്ഞ് കിണറ്റിൻകരയിൽ ചെന്ന് വെള്ളമെടുത്ത് ലൈഫ് ബോയ് സോപ്പും ചകിരിയും ഉപയോഗിച്ചുള്ള കുളി. പിന്നെ ക്യൂട്ടിക്യൂറ പൗഡറിന്റെ സുഗന്ധം. വൈകുന്നേരം ചായ കുടിക്കാനെന്നും പറഞ്ഞ് കടയിലൊക്കെ പോയി സന്ധ്യക്ക് വീട്ടിലേക്ക് വരുന്ന അച്ഛന്റെ കയ്യിൽ കാണും ഒരു പൊതിയും എവറഡി ടോർച്ചും. കണ്ണിലും മനസ്സിലും അത് തെളിയിക്കുന്ന പറഞ്ഞറിയിക്കാനാവാത്ത അനുഭൂതിയുടെ ആത്മബന്ധത്തിന്റെ കരുതൽ സുഖം. മണ്ണെണ്ണപ്പുക വലിച്ചു കയറ്റിക്കൊണ്ട് അമ്മ ചോറ് തിന്നാൻ വിളിക്കും വരെയുള്ള പുസ്തക വായന. കൂട്ടിന് വയലിൽ നിന്നുള്ള തവളകളുടെ മേളം. ഉറങ്ങാനുള്ള തിരക്ക് കൂട്ടൽ. കാലത്തെണീറ്റാൽ ഉടനെ ഉണക്കയിലകൾ കൂട്ടിയിട്ട് കത്തിച്ച് വട്ടം കൂടിയിരുന്ന് തീക്കായർ. ആ സമയത്ത് മഞ്ഞ് വീണ് നിറഞ്ഞ വൈക്കോൽ കൂനയിൽ നിന്നും വെളുത്ത പുക ഉയരുന്നുണ്ടാകും. കുളിയും ചായകുടിയും കഴിഞ്ഞ് 9 മണി എന്ന കണക്കിൽ പുസ്തകക്കെട്ടിന് ഇലാസ്റ്റിക്കും വലിച്ചിട്ട് ബട്ടൺ പൊട്ടിയ ട്രൗസറും പിടിച്ച് ഒറ്റ ഓട്ടം സ്കൂളിലേക്ക്. സ്കൂളിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ